ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും സഹോദരൻ ജോർജ് ജോൺ ഇൻഡോർ ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ എല്ലാ മോർണിംഗ് വോയിസ് ശ്രോതാക്കൾക്കും അഭിനന്ദനങ്ങൾ അർപ്പിക്കുന്നു. വീണ്ടും ഈ പ്രഭാതത്തിങ്കൽ ഈ മോർണിംഗ് വോയിസിനോടുള്ള ബന്ധത്തിൽ ദൈവവചനവുമായിട്ട് അല്പനേരമായിരിക്കാൻ കർത്താവ് തന്ന സാവകാശത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നമുക്കൊക്കെയും വളരെ പരിചയമുള്ള ഒരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു കുഞ്ഞ് സംസാരിക്കുവാൻ തുടങ്ങുമ്പോൾ മുതൽ കാണാതെ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗം. 23-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം. യഹോവ എൻ്റെ ഇടയനാകുന്നു. ഈ 22, 23, 24 ഈ 3 സങ്കീർത്തനങ്ങൾ നാം വായിക്കുമ്പോൾ 1-ാമത്തെ സങ്കീർത്തനമായ 22-ാം സങ്കീർത്തനം ഗോൽഗോഥ മലയെ റെപ്രസെൻ്റ് ചെയ്യുകയാണ്. യഹോവ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു ആടുകൾക്ക് വേണ്ടി ഗോൽഗോഥ മലയിൽ യാഗമരണമായി തീർന്ന് എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്തെന്ന് അലറിക്കരയുന്ന ആ കർത്താവിൻ്റെ ദീനരോധനത്തോടെയാണ് 22-ാം സങ്കീർത്തനം ആരംഭിക്കുന്നത്. 24-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് അത് ഒലിവുമലയെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുകയാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയെ 1000 ആണ്ട് ഭരിക്കുവാൻ തക്കവണ്ണം രാജാതിരാജാവും ആയിട്ട് വരും. അന്ന് വരുമ്പോൾ ഒലിവുമലയിലാണ് താൻ പ്രത്യക്ഷപ്പെടുന്നത്. ആ വരവിൻ്റെ ശബ്ദങ്ങളാണ് 24-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ 23-ാം സങ്കീർത്തനം എന്ന് പറയുന്നത് ഗോൽഗോഥ മലയുടെയും ഒലിവുമലയുടെയും ഇടയ്ക്കുള്ളതായ ഒരു താഴ്വര എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഗോൽഗോഥ മലയിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടി തൻ്റെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്ന ഒരു വ്യക്തിക്ക് അവനെ ആ ഒലിവുമലയിൽ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ കൊണ്ടുപോകുന്ന അതിലേക്ക് ചേർക്കുവാൻ തക്കവണ്ണം വരുന്ന സമയത്ത് അതിൻ്റെ മധ്യത്തിൽ നമുക്ക് ആവശ്യമുള്ളതായ കാര്യങ്ങളാണ് 23-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ആദ്യമേ തന്നെ നാം കാണുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു. ഈ സങ്കീർത്തനം ഒരു വ്യക്തിപരമായ സങ്കീർത്തനമാണ്. വലിയ ഇടയനായ കർത്താവിനെ ഇവിടെ വരച്ച് കാട്ടുകയാണ്. ആ കർത്താവിൻ്റെ സവിശേഷതകളാണ് 23-ാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത്. യഹോവ റോഹി. യഹോവ അവൻ്റെ അധികാരം നമ്മെ സംരക്ഷിക്കുന്നത് ഒക്കെ ആ യഹോവ എന്ന വാക്കിൽ ഉണ്ട്. യഹോവയും നമ്മളും തമ്മിലുള്ളതായ ആ ബന്ധം, ആ റിലേഷൻ കാണിക്കേണ്ടതിനു വേണ്ടി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ് ഇടയനും ആടും.
ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാണ്. ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ ഇടയനാകുന്നത് കൊണ്ട് ഞാൻ യഹോവയുടെ ആടാണ്. എത്ര ഒരു ബന്ധം ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവൻ സർവാധികാരമുള്ളവനാണ്, സർവശക്തിയുള്ളവനാണ്, നമ്മളെ വിടുവിക്കുന്നവനാണ്. ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറഞ്ഞ ആ യഹോവ പിന്നെ പറയുന്നത് ഈസ് മൈ ഷെപ്പേർഡ്. ഈസ് എന്ന് കാണുമ്പോൾ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അത് പ്രസൻറ്റ് ടെൻസിലാണ് കാണിക്കുന്നത്. അതായത് ഇപ്പോഴും എനിക്ക് ആരാണ്? ഇടയനാണ്. ഒരു കഴിഞ്ഞ സമയത്തല്ല. കഴിഞ്ഞ സമയത്ത് അവൻ നല്ലവനായിരുന്നു. ഇനിയും വരുന്ന സമയത്തല്ല, വരുന്ന സമയത്തും അവൻ നല്ലവനാണ്. എന്നാൽ ഇതേ സമയത്ത്, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ആ സമയത്ത് തന്നെ യഹോവ എൻ്റെ ഇടയനാണ്. നമ്മുടെ ജീവിതത്തിലും നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം പറയുന്നത് മൈ, എൻ്റെ ഇടയൻ. ഈ സങ്കീർത്തനത്തിലെ ഏറ്റവും വലിയൊരു ബന്ധമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ സങ്കീർത്തനം നാം വായിക്കുമ്പോൾ ഏതാണ്ട് 30 പ്രാവശ്യത്തോളം ഞാൻ, എൻ്റെ, അവൻ, അവൻ്റെ, നിൻ്റെ ഇങ്ങനെയുള്ളതായൊരു ബന്ധം ആ കർത്താവ് നമ്മുടെയാണ്, എൻ്റെയാണ്. എത്ര നല്ല ദാവീദിന് അതാണ് പറയുവാനായിട്ട് സാധിക്കുന്നത്. വേണമെങ്കിൽ യാക്കോബിന് പറയാമായിരുന്നു, ലോർഡ് ഈസ് എ ഷെപ്പേർഡ്. യഹോവ ഒരു ഇടയനാണെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല പറയുന്നത്. യഹോവ എൻ്റെ ഇടയനാകും. ഈസ് മൈ ഷെപ്പേർഡ്. ആ ഷെപ്പേർഡ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമ്മെ സംരക്ഷിക്കുന്നവൻ, നമ്മെ കരുതുന്നവൻ. ആടുകളുടെ സ്ഥിതി നമുക്കറിയാം, വളരെ മോശമായ സ്ഥിതിയാണ്. അങ്ങനെയുള്ളതായ സ്ഥിതിയിൽ നമ്മെ കരുതുവാൻ പ്രാപ്തനായിരിക്കുന്ന ആ കർത്താവിൻ്റെ ചിത്രീകരണമാണ് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രിയ വിശ്വാസികളെ, ദാവീദ് പറഞ്ഞതുപോലെ നമുക്കും ഈ ഒരു ബന്ധം പറഞ്ഞ് കാത്തു സൂക്ഷിക്കുവാൻ യഹോവ എൻ്റെ ഇടയനാകുന്നു, യഹോവ എൻ്റെ ഇടയനാകുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ടതായ ഒരവസ്ഥയാണ്. ആ ഒരു ബന്ധം വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം തന്നെ നമ്മെ സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.